ഹായ് ഫ്രണ്ട്സ്, ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണേ. എനിക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അപ്പോൾ ജലദോഷവും പനിയൊക്കെ ആയിരുന്നു, കുഞ്ഞിനും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അപ്പോൾ ക്ഷീണമായിരുന്നു. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണേ. ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു താഴത്തെ വീട്ടിൽ നിന്നാണേ. അപ്പം വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനും കുഞ്ഞിനും കൂടെ ചക്ക എടുക്കാനും, കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ചക്കയെല്ലാം എടുത്ത ഇലയിലെല്ലാം നിരത്തി, എല്ലാ സാധനവും നിരത്തി ഇടുന്നുണ്ട്. പിന്നെ ഞാനതങ്ങ് അനുവദിച്ച് കൊടുത്തു, കാരണം അല്ലെങ്കിൽ ചക്കയൊരുക്കം നടക്കില്ല. പിന്നെ ചട്ടിയെ പിടിച്ച് വലിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവനെ ഒതുക്കിയത്. നൈസായിട്ട് വന്ന് ഇടയ്ക്ക് ചക്ക എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തിന്നുന്നൊന്നുമില്ല കേട്ടോ, കടിച്ച് തുപ്പി അവിടെയൊക്കെ ഇടും. പിന്നെ ഞാൻ കണ്ടില്ല എന്ന് വെച്ചു, കാരണം അല്ലെങ്കിൽ ചക്ക വെയിൽ നടക്കുകയല്ല ഇന്ന്. പിന്നെ എനിക്ക് ഒരുക്കാനും അരിയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ഞാൻ അരിഞ്ഞെല്ലാം തീർത്തു. പിന്നെ 6:30 ആയപ്പോഴത്തേനും പിന്നെ വിളക്ക് വെച്ചു. പിന്നെ ചേട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇലയുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചു. 2 ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ടായിരുന്നു, കട്ടൻ ചായയാണേ. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഞാൻ കുടിക്കത്തുള്ളൂ കേട്ടോ, അതങ്ങനെയാണ്. ചൂടോടെ കുടിച്ച് എനിക്ക് നാക്ക് ഭയങ്കരമായിട്ട് പൊള്ളും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, പക്ഷേ എനിക്ക് പ്രത്യേകതയാണ്. ശക്കലം ചൂട് പോലും എനിക്ക് പറ്റുകയില്ല. പിന്നെ ചേട്ടായി വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക ഉള്ളതുകൊണ്ട് തന്നെ 2-3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടി. ഇനി ചേട്ടായി എനിക്ക് മീൻ റെഡിയാക്കി തരാമെന്ന് വെച്ചു. എന്തൊരു പണി ചെയ്താലും ചേട്ടായി പഴയ സിനിമയും കണ്ടുകൊണ്ടേ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ചക്ക സമയത്ത് തേങ്ങയെല്ലാം ഒതുക്കി വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ടങ്ങ് വെച്ചു കേട്ടോ. ഗ്യാസ് വെക്കുന്നില്ല, കാരണം ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലായി കിടക്കുവാണ്. KFC ബ്ലോക്കായി കിടക്കുവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം പണികളെല്ലാം ചെയ്യുന്ന അടുപ്പിലാണ് കേട്ടോ. പിന്നെ കറി മാത്രമേ ഞാൻ ഗ്യാസേ വെക്കുള്ളൂ. പിന്നെ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലും ഗ്യാസേ ചെയ്യും. പിന്നെ കുഞ്ഞിനെ സമയത്ത് ഗ്യാസ് കുറ്റി ഒന്ന് പിടിച്ച് ഭയങ്കര ഇളക്കും പരിപാടിയൊക്കെയാണ്. പിന്നെ 2-3 സ്റ്റെപ്പൊക്കെ തന്നെ വെക്കും. പിന്നെ ചേട്ടായ സമയത്ത് കടയിൽ നിന്ന് വെട്ടി മേടിച്ചിട്ട് വന്നായിരുന്നെങ്കിലും എല്ലാ പ്രാവശ്യം വന്ന് കഴിയുമ്പോൾ ഒരു ക്ലീൻ ചെയ്യത്തുണ്ട്. പിന്നെ ഉപ്പിട്ട് തിരുമ്മി നല്ലതായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകും. ആ സമയത്ത് പിന്നെ ഞാൻ സവോള, ചിരുമ്പുളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം, പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതെല്ലാം അരിഞ്ഞു. പിന്നെ ചായ തണുത്തിട്ടുണ്ടാകും, ഞാൻ ചായയും കുടിച്ചു. പിന്നെ എനിക്ക് കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിലും കൈകൊണ്ട് അരിയുന്നതാണ് എളുപ്പമേ. കട്ടിംഗ് ബോർഡിൽ അരിയുന്നത് എനിക്ക് ഭയങ്കര താമസമാണ്. ഇതാകുമ്പോൾ പിന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ പരിപാടി ചെയ്യാം. എന്നെ അരിഞ്ഞ് തോപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല കേട്ടോ, അതുപോലെ സ്പീഡാണ് എനിക്ക് അരിയാനേ. കാരണം അരിഞ്ഞ് എക്സ്പീരിയൻസ് ആയതാണ്. പിന്നെ ഞാൻ എപ്പം വോയിസ് ചെയ്യാൻ തുടങ്ങിയാലും താഴത്തെ വീട്ടിലെ പട്ടിയല്ല, തത്തമ്മ അല്ലെങ്കിൽ ചീവീട് എന്തെങ്കിലും നോയ്സൊക്കെ വരും. അതെന്നാണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും പക്ഷിയുടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ബഹളമൊക്കെ കാണും. പിന്നെ 2-3 കഷ്ണം മസാലയൊക്കെ തിരുമ്മി മാറ്റി വെച്ചായിരുന്നു മീൻ പറക്കാൻ. ആ സമയത്ത് ചക്കയിലാണ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ തവി കൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തു. പെട്ടെന്ന് ഉടയുന്ന ചക്കയായിരുന്നു കേട്ടോ. എന്നാലും കുഴഞ്ഞു പോകുന്ന രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ തന്നെ കിട്ടി. എന്നാൽ നല്ല ടേസ്റ്റാട്ടോ ചക്കയ്ക്ക്. പിന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നു, നല്ല ചൂട് ചോറാട്ടോ. പിന്നെ ഞാൻ മീൻകറി വെക്കാനുള്ള പരിപാടി തുടങ്ങി. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ട്, ഉലുവ ഇട്ട്, അത് പൊട്ടിക്കതിന് ശേഷം പിന്നെ അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തു. അതിന് വഴന്ന് വന്ന് കഴിയുമ്പോൾ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. ഫിഷ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫിഷ് മസാല കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഇനി അത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം പുളി, ഒരു ചെറിയൊരു കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂത്ത് വന്നപ്പോൾ. തിളച്ച് വന്ന് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ മീനും ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് വേഗം കേട്ടോ, വലിയ വേവുള്ള മീനൊന്നും അല്ല. അതിന് ശേഷം പിന്നെ മീൻ വറക്കാനുണ്ട്. മീൻ വറുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ചക്ക കഴിക്കാം. ചക്ക ഏകദേശം വെന്ത് ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചേക്കുവാണ്. വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കുഞ്ഞിനാണെങ്കിലെല്ലാം കളിച്ച് നല്ല ബഹളമായിട്ട് നടക്കുവാണ് കേട്ടോ. എന്നാലും ചക്ക അരിഞ്ഞപ്പോൾ ഉള്ള ബഹളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നൈസായിട്ട് അവിടെ ഇരുന്ന് കളിയായിരുന്നു. പിന്നെ മീൻ ഞാൻ മൂടി വെച്ചാൽ എണ്ണ അവിടെ എല്ലാം തെറിക്കും. പിന്നെ തുടക്കലാണ് എനിക്ക് എപ്പോഴും ഉള്ള പരിപാടി. പിന്നെ ആ സമയത്ത് ഞാൻ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. സവോള മീൻ വറുത്ത ഉണ്ടെങ്കിൽ മസ്റ്റാണ്. പിന്നെ സോയാബോൾ ഉണ്ടായിരുന്നു. ചേട്ടായി പിന്നെ ചോറും ഇച്ചിരി ചക്കയും കൂടെ കൂട്ടി കഴിച്ചു. ഞാൻ പിന്നെ ചക്കപ്പുഴുക്കും എടുത്തു, സോയാബോൾ, പിന്നെ മീൻകറിയും, മീൻ വറുത്തത്, സവോള എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ചക്ക സീസൺ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു 8-10 പ്രാവശ്യം ഇപ്പോൾ ചക്ക വേവിച്ചു. എന്നാലും ഇതൊന്നും ഒരു ദോഷമുള്ള ആഹാരമല്ലല്ലോ. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചക്ക അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. എനിക്ക് ഫാസ്റ്റ് ഫുഡിനോട് അത്ര താല്പര്യമില്ല. ഞാനങ്ങനെ അൽഫാം, കുഴിമന്തി അങ്ങനെ ഒരു സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒത്തിരി എനിക്ക് വാരി വലിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് ചെകിടിക്കും അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ കിട്ടിയാൽ കഴിക്കും, നിർബന്ധമൊന്നുമില്ല കേട്ടോ. എനിക്ക് ബിരിയാണിയോടാണേലും അങ്ങനെ കൊതിയോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കിട്ടിയാൽ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നേരത്തെ ഒന്നും ഭക്ഷണം അങ്ങനെ വലിയധികം കഴിക്കത്തൊന്നുമില്ല, പച്ചക്കറി പോലും കഴിക്കില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.